ഇടുക്കി തൊടുപുഴ സ്മിത ആശുപത്രിയിലെ നഴ്സിന്റെ ആത്മഹത്യാശ്രമത്തിൽ 3 ജീവനക്കാർക്കെതിരെ കേസെടുത്തു. ചീഫ് നഴ്സിംഗ് ഓഫീസർ ലിസെ ഫിലിപ്പ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസർ നിഷ, സ്റ്റാഫ് നഴ്സ് അൽഫോൻസ എന്നിവർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന നഴ്സിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി. രാഹുൽ, എന്താണിപ്പോൾ ഈ ജീവനക്കാർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസർ നിഷ, സ്റ്റാഫ് നഴ്സ് അൽഫോൺസ എന്നിവർക്ക് എതിരെയാണ് തൊടുപുഴ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട് ഈ 3 പേർക്കെതിരെയും എന്നുള്ളതാണ് ഇന്നലത്തെ പ്രധാനപ്പെട്ട ഈ പ്രതിഷേധങ്ങൾക്കിടയിലെ ആവശ്യവും അതുതന്നെയായിരുന്നു. ഇവർക്കെതിരെ കേസെടുക്കണം, ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. നിലവിൽ ഈ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നഴ്സ് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിനിടയിൽ പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ 3 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾക്ക് സ്മിത ആശുപത്രി സാക്ഷ്യം വഹിച്ചിരുന്നു. ഡിവൈഎഫ്ഐയുടെയും യുവമോർച്ചയുടെയും ഉൾപ്പെടെ വലിയ പ്രതിഷേധമാണ് ഇന്നലെ ആശുപത്രിയിൽ കണ്ടത്. വൈകിട്ടോടുകൂടി തുടർന്ന് ഈ 3 നഴ്സുമാരെയും ആരോപണ വിധേയരായ 3 നഴ്സുമാരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നടപടി കൂടി ഉണ്ടായിരിക്കുന്നത്, അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ദിവസം ഈ നഴ്സുമാരുടെ അസോസിയേഷനും അതുപോലെ തന്നെ ഈ പ്രതിഷേധം ഉണ്ടാക്കിയ ആളുകളും എല്ലാവരും ചേർന്ന് ഈ സ്മിത ആശുപത്രി മാനേജ്മെന്റുമായി ചർച്ച നടത്തുന്നുണ്ട്. അതിൽ ഈ ജീവനക്കാരെ പിരിച്ചുവിടുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടായേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും ഈ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നഴ്സ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. അപ്പോൾ ഇതിന്റെ തുടർ നടപടികൾ എങ്ങനെയാണ്? ഈ 3 ജീവനക്കാർക്കെതിരെയാണോ പ്രധാനമായും ഈ നഴ്സ് മൊഴി നൽകിയിട്ടുള്ളത്, രാഹുൽ? അനുജ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ഈ 3 നഴ്സുമാർക്കെതിരെയാണ് ഈ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നഴ്സ് മൊഴി നൽകിയിരിക്കുന്നത്. ഇന്നലെ തന്നെ ആ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പോലീസ് എന്നുള്ളതാണ് അറിയാനും കഴിയുന്നത്. ഈ ജോലിയുമായി ബന്ധപ്പെട്ട് അവരെ നിരന്തരം മാനസികമായിട്ട് ഈ 3 നഴ്സുമാർ, ഈ ആരോപണ വിധേയരായിട്ടുള്ള 3 നഴ്സുമാർ നിരന്തരം അവരെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മാനസിക പീഡനമൊന്നും ഈ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നഴ്സിന് നേരിടേണ്ടി വന്നിട്ടില്ല. മറിച്ച് ഈ 3 നഴ്സുമാരിൽ നിന്ന്, ആരോപണ വിധേയരായിട്ടുള്ള നിലവിൽ കേസെടുത്തിരിക്കുന്ന ഈ നഴ്സുമാരിൽ നിന്ന് നിരന്തരം മാനസിക പീഡനങ്ങൾ, ഡ്യൂട്ടി ഷിഫ്റ്റ് ഇടുന്നതിൽ ഉൾപ്പെടെ പലതരത്തിലുള്ള പ്രതിസന്ധി ഈ പെൺകുട്ടി നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമം നടത്തേണ്ടി വന്നത് എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസ് ഈ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 നഴ്സുമാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാവിലെ ഒരു നഴ്സിനെ മാത്രം മാറ്റി നിർത്തി അന്വേഷണം നടത്താമെന്നുള്ളതായിരുന്നു ആശുപത്രി മാനേജ്മെന്റിന്റെ ഒരു നിലപാട്. അതിനു പിന്നാലെ അതും മാത്രം പോരാ, ഈ ആരോപണ വിധേയരായിട്ടുള്ള 3 നഴ്സുമാരെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് വേണ്ടത്. അവരെ ഈ സ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞു വിടണം, ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. നഴ്സുമാരുടെ സംഘടന ഉൾപ്പെടെ അത് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ ആദ്യഘട്ടത്തിൽ ആശുപത്രി മാനേജ്മെന്റ് അനുകൂല നിലപാടെടുത്തില്ല. പിന്നീടാണ് വലിയ പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായത്. ആ പ്രതിഷേധങ്ങൾക്ക് പിന്തുണയുമായി ഡിവൈഎഫ്ഐയും യുവമോർച്ചയും ഒക്കെ വന്നു. അതിനുശേഷം ഒരു വലിയ തരത്തിലുള്ള സംഘർഷ സാഹചര്യത്തിലേക്ക് വരെ ആശുപത്രിയുടെ അങ്കണം മാറി എന്നുള്ളതായിരുന്നു നമുക്ക് ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണാനും കഴിഞ്ഞത്. എന്തായാലും അതിൽ തുടർ നടപടി എന്ന നിലയ്ക്കാണ് ഈ 3 നഴ്സുമാർക്കെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അവർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് അറിയാനും കഴിയുന്നത്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.